ഇന്നത്തെ വീഡിയോ കുറേ ദിവസമായിട്ട് നീ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു കീബോർഡ് എല്ലാ ദിവസവും നിങ്ങൾ എൻ്റെ ബി റോൾസൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുന്ന ഒരു കീബോർഡാണ്. വെയിറ്റ് കുറച്ചുണ്ട്. ആക്ച്വലി ഇതൊരു 3.5 കിലോയോളം വരുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് എത്ര എന്നുള്ളത് ഞാൻ അതിൻ്റെ പെട്ടിയിൽ നോക്കാൻ മറന്നുപോയി. ഇതൊരു അലുമിനിയം CNC ബോഡിക്കകത്താണ് കീക്രോൺ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിറ്റ് മാത്രമല്ല, ഇതൊരു നോർമൽ മെക്കാനിക്കൽ കീബോർഡോ അല്ലെങ്കിൽ നോർമൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന ഒരു തരത്തിലുള്ള കീസോ കീബോർഡോ അതിൻ്റെ പരിപാടികളോ അല്ല ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു മാഗ്നറ്റിക് സ്വിച്ചസ് ഉള്ള ഒരു കീബോർഡാണ്, കീക്രോൺ Q5HE. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാനഡയിൽ എത്തിയ സമയത്ത് ഞാൻ കീക്രോണിന് ഒരു ഇമെയിൽ അയച്ചിരുന്നു. നിങ്ങളുടെ ഈ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ്, ഞാൻ ഈ സ്പെസിഫിക് പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ആക്ച്വലി 1 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ സാധനം കീക്രോൺ അയച്ചു തന്നത്. സോ താങ്ക് യു സോ മച്ച് കീക്രോൺ ഫോർ സെൻഡിങ് ദിസ് യൂണിറ്റ്. ഞാൻ ഉപയോഗിച്ചതിൽ നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ളതല്ലേ, എത്രത്തോളം കീബോർഡ്സ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ്. അത് ഞാൻ ബെസ്റ്റ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് കൊണ്ടല്ല, ഇത് ഭയങ്കര ഹാൻഡി ആയിട്ടുള്ളൊരു കീബോർഡാണ്. ഈ ഒരു കീബോർഡിൻ്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഫീൽ, അത് ഞാൻ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അറൗണ്ട് 20,000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വില കുറച്ചുണ്ട്. പക്ഷേ ഞാൻ പറയാലോ, ഇതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു 5 വർഷം 6 വർഷത്തേക്ക് നിങ്ങളൊരു കീബോർഡ് നോക്കണ്ട. ഇതിൻ്റെ 2 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തത്, ഇത് ഗെയിമിങ്ങിനും ഓക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്ടിവിറ്റിക്കും, ഇപ്പോൾ കോഡിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും നല്ലതാണ്. ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ടുള്ള കുറേ കീബോർഡ്സ് ഉണ്ട്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഗെയിമിങ്ങിന് നല്ലതായിരിക്കില്ല, ഗെയിമിംഗ് റെസ്പോൺസ് ഭയങ്കര കുറവായിരിക്കും. ഇത് ഗെയിമിംഗ്, പ്രൊഡക്ടിവിറ്റി, എൻ്റർടൈൻമെൻറ്റ്, യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ വാട്ട് എവർ യു വാണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു കീബോർഡിൻ്റെ ലേ ഔട്ടിനെ പറ്റി പരിചയപ്പെടാം. ഇതൊരു 100% കീബോർഡ് അല്ല, ഇത് 96% കീബോർഡാണ്. അതാണ് ഇതിൻ്റെ ലേ ഔട്ട്. ഇതിനകത്ത് നമ്പേഴ്സ് നിങ്ങൾക്കുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കീസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ 50% കീബോർഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. 50% കീബോർഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കര ചെറുതാണ്, ഈ കീസ് ഒന്നും കാണൂല. ഇതിപ്പോൾ കോഡിങ്ങോ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി, എഡിറ്റിംഗ് അങ്ങനെയുള്ള പരിപാടികളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് വെരി ഇമ്പോർട്ടൻ്റാണ്. ഗെയിമിങ്ങിൽ മാത്രമാണ് നമുക്ക് നമ്പേഴ്സ് മേളിലുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ള സിറ്റുവേഷൻ വരുന്നത്. ആ 100% കീബോർഡിനെ നമ്മളൊന്ന് സ്ക്യൂസിൻ ചെയ്ത് കീസിനെല്ലാം കൂടി അവിടെ ഇവിടേക്ക് ആയിട്ട് അടുക്കി വെച്ച് പ്ലേസ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കീബോർഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഇത്രയും വെയിറ്റ് എന്താണ് എന്നുള്ളത്. ഈ വെയിറ്റിന് കാരണമൊന്നുമില്ല, ഇതിനകത്ത് ഒരു അലുമിനിയം ബോഡിയാണ്, അലുമിനിയം CNC കേസിങ്ങിൻ്റെ അകത്താണ് അവരിത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ട് ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്തുള്ള വൈബ്രേഷൻസ് ഭയങ്കര കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ ഒരു ചാറ്റ് എടുത്തിട്ട് ഇപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഗെയിം കളിക്കുന്ന ഒരു ലെവലിൽ ഞാൻ കീബോർഡിനെ വർക്കാക്കുവാണെന്ന് വെച്ചോ, കീബോർഡ് അനങ്ങൂല. നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അവിടെ നിന്ന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ടൈപ്പ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും. കീബോർഡ് അനങ്ങൂല. ഞാൻ ഗെയിം കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ കീബോർഡ് ഇങ്ങനെ വെച്ചല്ല ഗെയിം കളിക്കുന്നത്. ഞാൻ ഇങ്ങനെ വെച്ചാണ് കീബോർഡിൽ ഗെയിം കളിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഗെയിം കളിക്കാറ് പൊതുവേ. അതാണ് എൻ്റെ ഇഷ്ടപ്പെട്ടൊരു രീതി. അപ്പോൾ അത് ഈ ഒരു കീബോർഡ് എവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, ഫേമായിട്ട്. വൈബ്രേഷൻസ് ഭയങ്കര കുറവായിരിക്കും അഗെയിൻ. ഇനി ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ, ഇത് ഒരു മെക്കാനിക്കൽ കീസോ അല്ലെങ്കിൽ സ്പ്രിങ്ങോ അല്ല, ഇതൊരു മാഗ്നറ്റിക് കീസാണ്. നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റാണ് വർക്ക് ആവുന്നത്. അങ്ങനെ ഒരു മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ദ ഫീൽ യു വിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് കീബോർഡ് ഇസ് എക്സെപ്ഷണൽ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള കീ രജിസ്ട്രേഷൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. കീക്രോൺ ലോഞ്ചർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നമ്മുടെ കീബോർഡ് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. കീബോർഡ് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഇൻറ്റൻസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗെയിമിങ്ങിന് ഇൻറ്റൻസിറ്റി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതായത് ചെറുതായിട്ട് പ്രസ് ചെയ്താലും കീസ് രജിസ്റ്റർ ആവും. നിങ്ങൾ കൂടുതലായിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റൻസിറ്റി കൂട്ടി വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ അക്യുറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സാധനമുണ്ട്, ഈ ഒരു കീസില്ലേ, ഈ കീസിനെ മൊത്തം ഒരു ഗാസ്കറ്റ് മൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വെച്ച് എലിവേറ്റ് ചെയ്തിരിക്കുക, അതായത് പൊക്കി വെച്ചിരിക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫിംഗർ ഫെറ്റീഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ചില സമയം അത് എങ്ങനെയാ പറയുക, നിങ്ങൾ ഒരുപാട് ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ചില സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ ഭയങ്കര ഫാസ്റ്റായിട്ട് അനക്കണമെന്നുണ്ടായിരിക്കും, പക്ഷേ വിരൽ അനങ്ങൂല, വിരൽ ഭയങ്കര ടയേർഡായി പോകും.
അതേപോലെ ഫിംഗർ ഫെറ്റീക്സ് ഒന്നും ഉണ്ടാവില്ല. 3 കണക്ടിവിറ്റി ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന്, നിങ്ങൾക്ക് 2.5 GHz നമ്മുടെ USB ഒരു പിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം. രണ്ടാമത്തത് നിങ്ങളുടെ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യാം. മൂന്നാമത് USB വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് USB വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതാണ്. കാരണം 0 ലേറ്റൻസി ആണ്. 0 മീൻസ് 0 ലേറ്റൻസി. ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ബ്ലൂടൂത്ത് കുറച്ച് സ്ലോ ആണ്. ഞാനത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി. ഇനി 2.4 GHz അത്യാവശ്യം കുഴപ്പമില്ല. ബ്ലൂടൂത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ലേറ്റൻസി നിങ്ങൾക്ക് 2.5 GHz വയർലെസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ലൈറ്റൊക്കെ നിങ്ങൾക്ക് തോന്നിവാസം പോലെ ലൈറ്റുകൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിനൊരു സോഫ്റ്റ്വെയർ ഇല്ല കേട്ടോ. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ ക്രോം എടുക്കുക, കീക്രോൺ ലോഞ്ചർ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു വെബ്സൈറ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കീക്രോൺ കീബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും വെക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സാണ് കീ റീമാപ്പിംഗ്. ഇതിനകത്തുള്ള ഇഷ്ടപ്പെട്ട കീസ് നിങ്ങൾക്ക് റീമാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതിൻ്റെ അകത്തൊരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കീബോർഡ്, എൻ്റെ സ്ക്രീൻ ഇപ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക്. ഞാൻ പ്രൈമറിലി ഉപയോഗിക്കുന്ന 3 സോഫ്റ്റ്വെയർസ്, അതിനെ ഞാൻ ഈ കാണുന്ന 3 ബട്ടണിലോട്ട് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, 2, 3. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ പ്രീമിയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അഡോബി പ്രീമിയർ ഓപ്പൺ ആവും. ഈ അഡോബി പ്രീമിയറിൽ എൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, അതായത് വീഡിയോയുടെ സൗണ്ടല്ല, ഞാൻ ഈ സംസാരിക്കുന്ന ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബി ഓഡിഷൻ. അതിനെ ഞാൻ സെക്കൻഡ് സ്ഥാനത്തിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യപ്പോൾ അഡോബി ഓഡിഷൻ ഓപ്പൺ ആയി വരുന്നു. ഇപ്പോൾ ഓപ്പൺ ആവും. പഴയ ലാപ്ടോപ്പിടെ അഡോബി ഓഡിഷനും ലോഞ്ചായി. അടുത്ത് ഇതെല്ലാം കഴിഞ്ഞു. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരു ഭാഗമുണ്ട്, അതായത് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയും. അതിനെ ഞാൻ ഒരു ലിങ്കിനെ നിങ്ങൾക്ക് കീയിൽ അസൈൻ ചെയ്യാൻ പറ്റും. അതിനെ ഞാനിവിടെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ 3ാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ക്രിയേറ്റ് ബട്ടൺ കൊടുത്ത് അപ്ലോഡിൽ അമർത്തി വീഡിയോ സെലക്ട് ചെയ്ത് എനിക്ക് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. സിമ്പിൾ. ഇതൊന്നും അല്ലാതെ പല രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കോപ്പി പേസ്റ്റിന് ഏതെങ്കിലും ഒരു കീയിൽ അസൈൻ ചെയ്യാം. ഫോട്ടോഷോപ്പിലുള്ള ഒരു ഷോർട്ട് കട്ടിന് നിങ്ങൾക്ക് അസൈൻ ചെയ്യാം. പ്രീമിയറിലുള്ള ഒരു ഷോർട്ട് കട്ടിന് അസൈൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. കുറച്ച് ശോകമാണ്. കുറച്ച് ശോകമൊന്നും ഞാൻ പറയാനില്ല. ഞാനൊരു 100% ആക്കി കഴിഞ്ഞാൽ 4 ദിവസം വരെയൊക്കെയാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ ഒരുപാട് നേരം കീബോർഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഒരു കീബോർഡ് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രാഫിക് കാർഡും ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് നിങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് നോക്കിയേ. ഒരു പ്രീമിയം ലെവലുള്ളൊരു ഇങ്ങനത്തെ ഒരു കീബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ദ ഫീൽ ഇസ് എക്സ്ട്രാ ഓർഡിനറി. ഇനി ഞാൻ ഇതിൻ്റെ ടൈപ്പ് ചെയ്യുന്ന സമയത്തുള്ള സൗണ്ട് കേൾപ്പിച്ചു തരാം. സൗണ്ട് ടെസ്റ്റ്. റെഡി? സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കയറി നോക്ക്. പറ്റിയാൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.